അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ മസാലയോട് കൂടി അയല വറുത്തെടുക്കാം. അതിനായി ഞാൻ കുറച്ച് അയല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് ആദ്യം പൊടിയിപ്പിട്ടൊന്ന് പുരട്ടി വെക്കാം. അതിനുശേഷം ഇത് ചട്ടിയിൽ വെച്ച് നന്നായിട്ട് ഉരച്ച് കഴുകിയതിന് ശേഷം വീണ്ടും കല്ലുപ്പിട്ട് ഒന്നുകൂടെ കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഒരു മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്നത് ഗരം മസാലപ്പൊടിയാണ്. വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലപ്പൊടിയാണ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ചേർക്കുന്നത് കോൺഫ്ലവറാണ്. കോൺഫ്ലവർ 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം മിക്സ് ചെയ്യാൻ ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ റെയിൻകുട്ടനാണ് മിക്സ് ചെയ്യുന്നത്. അങ്ങനെ അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് അയലയിട്ട് പുരട്ടിയെടുക്കാം. ചട്ടി കറങ്ങുന്ന കണ്ടോ? റെയിൻകുട്ടൻ മിക്സ് ചെയ്യുന്നതുകൊണ്ടാണ് ആ ചട്ടി കറങ്ങുന്നത്. അങ്ങനെ എല്ലാം മിക്സ് ചെയ്തെടുത്ത് ഒരു അല്പം വെള്ളം കൂടെ ചേർത്താണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്കൊരല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിരിക്കുന്ന അയല ഇതിലേക്ക് ഇട്ട് പുരട്ടിയെടുക്കാം. അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഓരോ ടേബിൾ സ്പൂൺ എടുത്ത് അയലയുടെ പുറത്തോട്ട് തേച്ച് നമുക്ക് നന്നായിട്ട് പിടിപ്പിച്ചെടുക്കാം. അങ്ങനെ അയലയിലെല്ലാം തേച്ച് പിടിപ്പിച്ച ശേഷം നമ്മളിത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10-20 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും ഈ ഉപ്പും എരിയും ഒക്കെ ഈ അയലയിലൊന്ന് പിടിച്ച് കിട്ടും. ഇനി അതിന് ശേഷം അതിൽ നിന്ന് ഞാൻ പെട്ടെന്ന് വറുത്തെടുക്കുന്നത് ഒരു 3 എണ്ണമാണ്. കാരണം ചൂടോടെ വറുത്ത് കഴിക്കുമ്പോഴാണ് ഈ അയലയ്ക്ക് നല്ല ടേസ്റ്റും നല്ല മണവും ഉണ്ടാവുന്നത്. അതുകൊണ്ട് ചൂടോടെ വറുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 അയല മാത്രമേ എടുക്കുന്നുള്ളൂ. അതിനുശേഷം പിന്നെ ആഹാരം കഴിക്കാൻ നേരത്തെ ബാക്കി വറുക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പം നമുക്കൊരു 3 അയല വറുത്തെടുക്കാം. അതിനായി വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ തണുപ്പ് തുടങ്ങിയ കാരണം നല്ല കട്ടിയായിട്ടിരിക്കുകയാണ് വെളിച്ചെണ്ണ. അതുകൊണ്ടാണ് ആ രീതിയിലിരിക്കുന്നത്. ഇനി ആ വെളിച്ചെണ്ണ ചൂടായ പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഈ അയല ഓരോന്നോരോന്നായിട്ടിട്ട് വറുത്തെടുക്കാം. അയല വറുക്കുമ്പോൾ നല്ലൊരു മണവും രുചിയുമാണ്. കാരണം ഈ മസാലയുടെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക മണവും രുചിയും തരുന്നതാണ്. അതിനുശേഷം എണ്ണയൊന്ന് വറ്റി വരുമ്പോഴത്തേക്ക് ഒരല്പം കൂടി അയലയുടെ മുകളിലും ചട്ടിയിലുമൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മൂപ്പിച്ച് നമുക്ക് അയല വറുത്തെടുക്കാം. അപ്പോൾ അയല പുരട്ടുമ്പോൾ തന്നെ അതിനകത്ത് ഈ അരപ്പൊന്ന് പിടിച്ചിരിക്കത്തക്ക രീതിയിൽ നമ്മൾ പുരട്ടിയെടുക്കണം. അതിനുശേഷം ഈ അയലയെല്ലാം വറുത്തെടുത്ത ശേഷം ആ ചട്ടിയിലേക്ക് ഒരു 2 സവാള കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ആ സവാള അതിനകത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ അയലയുടെ മസാലയും ആ എണ്ണയും എല്ലാം ഈ സവാളയിലൊന്ന് പിടിച്ച് കിട്ടും. ഞാൻ ഈ സവാളയിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം ആ അരപ്പിലൊക്കെ ഉള്ള ഉപ്പ് കൊണ്ട് തന്നെ ഈ സവാളയ്ക്ക് ആവശ്യമായ ഉപ്പൊക്കെ കിട്ടുന്നതാണ്. അങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുത്ത സവാള നമുക്ക് ഈ മീൻ വറുത്തതിൻ്റെ പുറത്തോട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഗാർണിഷ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ മീൻ ഇങ്ങനെ അങ്ങനെ പിച്ചെടുത്ത് കഴിക്കുമ്പോൾ ഈ സവാളയും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ സവാള കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു എരിവിൻ്റെ ബുദ്ധിമുട്ടുണ്ടല്ലോ, അതും ഉണ്ടാവത്തുമില്ല. അങ്ങനെ നമ്മൾ സ്വാദിഷ്ടമായ നല്ല ഒരു മസാലയോട് കൂടിയാണ് ഈ അയല വറുത്തെടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഈ സവാള ഇട്ട് കൊടുക്കുന്നത്. ബാക്കിയുള്ള അയലകൾ നമുക്ക് അത് അടുത്ത തവണ വറുക്കുമ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാം.
അങ്ങനെ സ്വാദിഷ്ടമായ അയല വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബാക്കി വന്ന അരപ്പ് ഞാനൊരു പാത്രത്തിൽ, ഒരു ചെറിയ പാത്രത്തിൽ മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ദിവസങ്ങളിൽ കിട്ടിയ മീനിനകത്തോട്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഈ അരപ്പ് തന്നെയാണ് ഞാൻ പുരട്ടി വറുത്തെടുക്കുന്നത്. അതും നല്ല ടേസ്റ്റായിരുന്നു. ഈ മീൻ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ശീലാവ് എന്ന മീനാണ്. അതായത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ശീല എന്നാണ് പറയുന്നത്. ചില ഭാഗങ്ങളിൽ ശീലാവ് എന്ന് പറയും, ചില ഭാഗങ്ങളിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. അങ്ങനെ ആ ബാക്കി വന്ന അരപ്പ് പിറ്റേ ദിവസങ്ങളിൽ കിട്ടിയ മീനിനകത്തോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ അരപ്പ് നമ്മൾ എടുക്കുമ്പം അതിൽ നിന്ന് കുറേശ്ശെ എടുത്തേ നമ്മൾ മീനിനകത്തോട്ട് തേക്കാവും. ബാക്കി വരുന്ന അരപ്പ് നമ്മളൊരു പാത്രത്തിൽ മാറ്റി വെക്കണം. അല്ലാതെ നമ്മൾ അരപ്പ് കൂട്ടിയിട്ട് എല്ലാത്തിനകത്തോട്ടും മീനിട്ട് പുരട്ടിയിട്ട് ബാക്കി അരപ്പെടുത്ത് വെച്ചാൽ അത് കേടായിപ്പോവും. അതുകൊണ്ട് നമ്മൾ കുറച്ച് അരപ്പ് ഒരു പാത്രത്തിലോട്ട് എടുത്ത് വേണം മീൻ പുരട്ടിയെടുക്കാൻ. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ആ പാത്രത്തിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഒരു പാത്രത്തിലോട്ട് ഇട്ടാണ് ഈ മീൻ പുരട്ടിയെടുക്കുന്നത്. അപ്പോൾ മീനിനകത്ത് ഈ അരപ്പ് പുരട്ടുമ്പോൾ അരപ്പ് നന്നായിട്ട് അതിനകത്ത് പിടിക്കത്തക്ക രീതിയിൽ ഇത്തിരി ഏറെ തന്നെ പുരട്ടി കൊടുക്കുകയും വേണം. അപ്പോഴേ ആ മീനൊക്കെ നമ്മൾ വറുത്തെടുക്കുമ്പോൾ അരപ്പൊക്കെ അതിനകത്ത് നന്നായിട്ട് പിടിച്ചിരിക്കത്തുള്ളൂ. അപ്പോൾ ആ അരപ്പിനോട് കൂടി തന്നെ ആ മീൻ നമുക്ക് പിച്ചി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് അരപ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണമെന്ന് പറയുന്നത്. ഇനി ഇതും നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് തന്നെ വറുത്തെടുക്കാം. അപ്പോൾ മീൻ എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് തന്നെ വറുത്തെടുക്കണം. അപ്പോഴാണ് ആ മീൻ കറിക്കായാലും മീൻ വറുത്തതിനായാലും നമ്മുടെ നാടൻ ടേസ്റ്റ് വരത്തുള്ളൂ. നമ്മളെപ്പോഴും നാടൻ ടേസ്റ്റ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ആ വെളിച്ചെണ്ണയിലാണ് ആ മണം ഉള്ളത്. നമ്മുടെ ആ വെളിച്ചെണ്ണയിൽ തന്നെ മീൻ വറുക്കുകയും മീൻ കറി വെക്കുകയും ഒക്കെ തന്നെ ചെയ്യണം. അപ്പോൾ ഈ മീൻ വറുത്തതിനകത്തോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് തിരിച്ചിടുമ്പോൾ ഈ കറിവേപ്പില ഒന്ന് മൂത്ത മണം കിട്ടുമ്പോൾ അതും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഇവിടെ ഈ മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മീൻ വറുക്കാൻ എടുത്ത ഈ മസാല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.